മൂവാറ്റുപുഴ നഗരസഭയിലെ 22-ാം നമ്പർ അംഗനവാടിയിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കുഞ്ഞൻ ഓണം വിത്ത് കൗൺസിലർ എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വാർഡ് കൗൺസിലർ പി രജിത ഉദ്ഘാടനം ചെയ്തു. 22-ാം ശാന്തിനഗർ അംഗൻവാടിയിൽ പൂക്കളും പാട്ടുകളും പുഞ്ചിരികളും നിറഞ്ഞ കുഞ്ഞനോണം ആഘോഷമായി മാറി. കുഞ്ഞനോണം വിത്ത് കൗൺസിലർ എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ കുരുന്നുകളും രക്ഷിതാക്കളും ഒത്തുചേർന്ന് ഓണത്തിന്റെ സന്തോഷം പങ്കിട്ടു. കുട്ടികളുടെ ഓണപ്പാട്ട്, മിഠായി പെറുക്കൽ തുടങ്ങി വിവിധ രസകരമായ കലാപരിപാടികൾ ആഘോഷത്തിന് കൂടുതൽ നിറം പകർന്നു. 22-ാം വാർഡ് മെമ്പർ പി രജിത ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഓണം എന്നുള്ള നിലയ്ക്ക് ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഓണം എന്ന് പറയുമ്പോൾ വളരെ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട് ഈ ഓണാഘോഷം സംഘടിപ്പിക്കാൻ സാധിച്ചത്. നമ്മുടെ കുട്ടികളുടെ ചില കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കണമെന്ന് ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറയുകയുണ്ടായി. പക്ഷേ തീരെ കുഞ്ഞു കുട്ടികളാണ്, 3 വയസ്സ് 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ. അവരെന്ത് കലാപരിപാടികൾ ചെയ്യാനാണ്? അപ്പോൾ നല്ല രീതിയിൽ കലാപരിപാടി നടത്തുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ അവിടെ കെട്ടിയിട്ടിരുന്ന ബലൂണെല്ലാം എടുത്ത് അതിൻ്റെ എന്നാ പറയുക പൊട്ടിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞു കുട്ടികളായിട്ട് ചേർത്ത് വെച്ച ഒരു കുഞ്ഞു പൂക്കളം ഉണ്ട്. നമുക്ക് ഏറെ മനോഹരമായിട്ട് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള രീതിയിൽ ഇന്ന് സംഘടിപ്പിച്ചത് കൂടാതെ മുന്നോട്ട് വിപുലമായ ഓണാഘോഷങ്ങളും മറ്റ് കുട്ടികളുടെ കലാപരിപാടികളും എല്ലാം നല്ല രീതിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് നല്ലൊരു അംഗൻവാടിയായി അല്ലെങ്കിൽ ഒരു മാതൃകാ അംഗൻവാടിയായി നമ്മുടെ ശാന്തിനഗർ 22 അംഗൻവാടിയെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ALMC അംഗങ്ങളുടെയും ആശാ വർക്കറുടെയും അംഗൻവാടി ടീച്ചറുടെയും മാതാപിതാക്കന്മാരുടെയും എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കുരുന്നുകളുടെ കളിച്ചിരികൾക്കൊപ്പം രക്ഷിതാക്കളും പരിപാടിയിൽ ആവേശത്തോടെ പങ്കെടുത്തു. തുടർന്ന് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സ്നേഹത്തിന്റെ രുചി നിറച്ച ഓണസദ്യയും ഒരുക്കി. ഒരുമയുടെയും പങ്കുവയ്ക്കലിന്റെയും ഓണസന്ദേശം പകരുന്ന മനോഹരമായ കൂട്ടായ്മയായി ആഘോഷം മാറി. അംഗൻവാടി ടീച്ചർ ബിന്ദു, ആശാ വർക്കർ ശ്രീജ, CDS അംഗം സ്വപ്ന, ഹെൽപ്പർ ഷീന, ALMC അംഗങ്ങൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.